Good evening, respected Theodosius Marthoma Metropolitan. അഭിമന്യ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി, Joseph Mar Barnabas, Suffragan Metropolitan. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി, Dr. Isaac Mar Philoxenos Episcopa, President Marthoma Evangelistic Association. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ പ്രസിഡന്റ് അഭിമന്യ ഫിലക്സിനോസ് തിരുമേനി, Reverend Baiju Thomas, General Secretary of the Yuvajana Sakyam. മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ബൈജു തോമസ് അച്ഛൻ, and Reverend Sajeev Thomas, who will be translating for me today. പരിഭാഷ നിർവഹിക്കുന്ന സജീവ് തോമസ് അച്ഛൻ. And also, I would like to greet all the Tirmenis, Achans, and church members present here. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അഭിമന്യ തിരുമേനിമാരെയും പട്ടക്കാരെയും സുവിശേഷകരെയും നിങ്ങളെല്ലാവരെയും അഭിവാദനം ചെയ്യുന്നു. Thank you so much to Tirmeni Achan and Achan for the invitation to speak here today. ഈ മാരാമൺ കൺവെൻഷനിൽ നിങ്ങളോടൊപ്പം സംസാരിപ്പാൻ എനിക്ക് ലഭിച്ച ക്ഷണം, അതിന് ഞാൻ നന്ദി പറയുന്നു. I would also like to thank all my family and friends all over the world who are praying specifically for this convention and for me today as I am speaking here. എൻ്റെ കുടുംബാംഗങ്ങൾ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിനായും പ്രത്യേകിച്ച് ഇന്നത്തെ ഈ യോഗത്തിൻ്റെ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായും പ്രാർത്ഥിക്കുന്നുണ്ട്. അവരോടുള്ള കടപ്പാട് അറിയിക്കുന്നു. Many years ago, my grandfather, the late Reverend C.V. John Achan, was a translator here, and he translated for many well-known missionaries, including Reverend E. Stanley Jones. എൻ്റെ വലിയപ്പച്ചൻ മാർത്തോമാ സഭയിലെ വൈദികനായിരുന്നു, ബഹുമാനപ്പെട്ട സി വി ജോണച്ചൻ. അദ്ദേഹം ദീർഘവർഷങ്ങൾ മാരാമൺ കൺവെൻഷൻ്റെ പരിഭാഷകനായിരുന്നു. സ്റ്റാൻലി ജോൺസ് ഉൾപ്പെടെയുള്ള ധാരാളം മിഷണറിമാരുടെ പ്രസംഗങ്ങൾ അദ്ദേഹം ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്. So for me to be here today after so many years, it's a blessing, it's a joy, it's an honor and a privilege. ദീർഘവർഷങ്ങൾക്ക് ശേഷം ഈ പന്തലിൻ്റെ ചുവട്ടിലായിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആദരവും അഭിമാനവും സന്തോഷവും നൽകുന്ന ഒന്നാണ്. I grew up in the Madras Marthoma Church, Chetpet. ചെട്ട്പേർഡ് മദ്രാസ് മാർത്തോമ ഇടവകയിലാണ് ഞാൻ ജനിച്ചു വളർന്നപ്പെട്ടത്. I was part of the Sunday school and youth league there. അവിടെയുള്ള സൺഡേ സ്കൂളിൻ്റെയും യുവൻ സംഘത്തിൻ്റെയും ഭാഗമായിരുന്നു ഞാൻ. I was blessed to have many strong leaders and teachers during my crucial formative years. എൻ്റെ വിശ്വാസ രൂപീകരണ കാലഘട്ടത്തിൽ എനിക്ക് നേതൃത്വം നൽകിയ ധാരാളം അധ്യാപകർ അന്ന് അവിടെ ഉണ്ടായിരുന്നു. And I am grateful for everyone who has been part of my journey so far. എൻ്റെ വിശ്വാസ ജീവിതയാത്രയിൽ എന്നെ സഹായിച്ച എല്ലാവരോടും ഉള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. As a good friend once said, we stand on the shoulders and legacy of those who have gone before us. ഒരു സുഹൃത്ത് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നാം നിലനിൽക്കുന്നത് നമുക്ക് മുൻപേ ചെയ്ത ആ മനുഷ്യരുടെ വലിയ തിരിച്ചറിവുകളിലും ബോധ്യങ്ങളിലും പാരമ്പര്യങ്ങളിലും ചുമലുകളിലുമാണ് നാം ഇന്ന് യാത്ര ചെയ്യുന്നത്. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Father God, we commit this evening into your hands. ഞങ്ങളുടെ കർത്താവേ, ഈ വൈകുന്നേര സമയം അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Father, I pray that the words I speak today will be from you, Lord. എൻ്റെ ദൈവമേ, ഈ സന്ധ്യ ഈ വൈകുന്നേരത്ത് ഞാൻ ഉരുടുന്ന ഓരോ വാക്കുകളും നിന്നിൽ നിന്ന് തന്നെയുള്ള വാക്കുകളായിരിക്കണമേ. And Father, I pray that it will convict the hearts of those who are listening today. ഈ സന്ദേശം ഇന്ന് കേൾക്കുന്ന ഓരോ മനുഷ്യ ഹൃദയങ്ങളിലേക്കും പ്രവേശിക്കുവാൻ സഹായിക്കണമേ. If anything I say is not from you, Lord, ദൈവമേ, ഞാൻ എന്തെങ്കിലും നിന്നിൽ നിന്നല്ലാതെ പറയുന്നുവെങ്കിൽ we pray that you will strike it from the hearts and minds of those listening. കർത്താവേ, അത് കേൾക്കുന്ന മനസ്സുകളിൽ നിന്ന് അവിടുന്ന് മാറ്റിക്കളയണമേ. And Father, I pray that those listening today will be challenged, Lord. ദൈവമേ, ഈ വൈകുന്നേര സമയത്ത് കേൾക്കുന്ന ഓരോരുത്തരും നിന്നാൽ വെല്ലുവിളിക്കപ്പെടുന്നവരാക്കി തീർക്കണമേ. And they will take a step today, Lord. ഒരു പുതിയ പടവ് അവർക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം അവർക്ക് ഒരുക്കണമേ. It will be a new start for them, Lord. ഒരു പുതിയ അധ്യായം അവരുടെ ജീവിതത്തിൽ എഴുതുവാൻ ഈ വൈകുന്നേര സമയം മുഖാന്തരമാക്കണമേ. They will repent and reconnect with you, O Lord. അനുദപിച്ച് നീയുമായുള്ള ബന്ധത്തിലേക്ക് പുനഃപ്രവേശിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ.
We ask all this in the precious name of our Lord and Savior Jesus Christ. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമാനത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. Amen. The theme for our gathering today is reboot, repent and reconnect. ഈ വൈകുന്നേര സമയത്തെ നമ്മുടെ വർത്തമാനത്തിൻ്റെ തലവാചകം എന്ന് പറയുന്നത് പുനരാരംഭിക്കുക, അനുദപിക്കുക, ബന്ധത്തിലേക്ക് പുനഃപ്രവേശിക്കുക എന്നുള്ളതാണ്. It is a powerful, rhythmic and dynamic theme. ഈ ഒരു ചിന്താവിഷയം ശക്തവും ചടുലവും അതോടൊപ്പം തന്നെ വളരെ താളാത്മകവുമായിട്ടുള്ളതാണ്. This theme perfectly captures the need for us in the modern day ആധുനിക കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ വളരെയധികം സംഗതമായ ഒരു ചിന്താവിഷയമാണിത്. to clear our life of the daily distractions and return to the original design. നമ്മൾ എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടുവോ ആ നിയോഗത്തിലേക്ക് മടങ്ങിപ്പോകുവാനും ഈ ലോകത്തിൻ്റെ ഭോഗാസക്തിയിൽ നിന്ന് വിട്ടുനിൽക്കുവാനുമുള്ള ഒരു ക്ഷണമാണ് ഈ ചിന്താവിഷയം. The goal is to wake us up from our spiritual slumber. നമ്മളുടെ ആത്മീയ ആലസ്യതയിൽ നിന്ന്, ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുവാനുള്ള ഒരു ക്ഷണമാണ് ഈ ചിന്താവിഷയം. And lead us through a meaningful reboot, renewing our commitment to Christ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ഒരു പുതിയ ബന്ധത്തിലേക്ക് പ്രവേശിച്ച് പുതിയ തുടക്കം കുറിക്കുന്നതിനുള്ള ക്ഷണമാണ് ഈ ചിന്താവിഷയം. My goal today is to hopefully help us gain a better understanding of the theme. ഈ വിഷയത്തെ കുറച്ചും കൂടെ മനോഹരമായി ആഴമായി നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ വൈകുന്നേര സമയത്തെ എൻ്റെ ലക്ഷ്യം. We will look at some key verses that can be biblical anchors for us. വേദപുസ്തകത്തിലെ ചില അടിസ്ഥാന വാക്യങ്ങൾ നമുക്ക് പരിശോധിച്ച് ഈ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. I will also share a few personal stories and give you some simple practical tips to follow. എൻ്റെ ജീവിതത്തിലെ ചില വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് ചില പ്രായോഗികമായ മാർഗനിർദ്ദേശങ്ങളും നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. And finally, I will leave you with a challenge. നിങ്ങളുടെ മുൻപിൽ ഒരു വലിയ വെല്ലുവിളി അവശേഷിപ്പിച്ചുകൊണ്ട് മടങ്ങിപ്പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. My talk today is not going to be one-sided. എൻ്റെ ഈ ഇന്നത്തെ ഈ വൈകുന്നേരത്തെ ഈ പ്രഭാഷണം ഒരിക്കലും ഒരേ ദിശയിൽ ഒരേ മേഖലയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുള്ളതല്ല. I want it to be interactive. അത് ഒരു സംഭാഷണ ശൈലിയിൽ പരസ്പരം വർത്തമാനം പറയുന്ന ഒരു രീതിശാസ്ത്രത്തിൽ തുടരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Throughout my talk, I will ask you some questions. എൻ്റെ പ്രഭാഷണത്തിലുടനീളം ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. I want you to ask yourself those same questions. അതേ ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുകയും and see how God is speaking to you through those questions. ആ ചോദ്യങ്ങളിലൂടെ നമ്മുടെ കർത്താവ് നിങ്ങളോട് എങ്ങനെ സംഭാഷിക്കുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യുവാൻ നിങ്ങൾ പരിശ്രമിക്കണം. Are you ready? നിങ്ങൾ അതിന് തയ്യാറാണോ? Are you ready? നിങ്ങൾ അതിന് തയ്യാറാണോ? Okay, so let's get started. നമുക്ക് ആരംഭിക്കാം. So Corinthians chapter 2 Corinthians chapter 5 verse 17. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. Therefore, if anyone is in Christ, he is a new creation. Old things have passed away. Behold, new things have come. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. This verse highlights that faith in Jesus Christ brings a spiritual transformation. ഈ വാക്യം നമ്മളെ കൊണ്ടെത്തിക്കുന്ന ബോധ്യം എന്ന് പറയുന്നത് ക്രിസ്തുവുമായുള്ള ബന്ധം ആത്മീകമായ ഒരു നവോത്ഥാനത്തിലേക്ക്, രൂപാന്തരത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. It replaces a person's old life of sin with a new regenerated life. പഴയ പാപ പങ്കിലമായ ജീവിതത്തിൽ നിന്ന് മടങ്ങി വന്ന് ഒരു പുനരുജ്ജീവിപ്പിക്കപ്പെട്ട പുതുക്കപ്പെട്ട ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ് ഈ വാക്യം പറയുന്നത്. This verse is central to Paul's teaching on reconciliation in 2 Corinthians 5. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലെ നിരപ്പിനെക്കുറിച്ചും സമാധാനത്തിനെക്കുറിച്ചുമുള്ള പൗലോസിന്റെ പഠിപ്പിക്കലുകളിലെ പ്രധാനപ്പെട്ട വാക്യമാണിത്. It emphasizes that believers are no longer defined by their past. ഇന്നലകളിലെ ബോധ്യങ്ങളും ചരിത്രങ്ങളുമല്ല ഒരു വിശ്വാസിയുടെ ഇന്നിനെ നിർണ്ണയിക്കേണ്ടത്. So let's look at some key aspects of this verse. ഈ വാക്യത്തിന്റെ ചില അടിസ്ഥാന ഘടകങ്ങൾ നമുക്ക് പരിശോധിക്കാം. So it starts off with the words if.
ഈ വാക്യം ആരംഭിക്കുന്നത് ആകയാൽ എന്നുള്ള ഒരു പദത്തിൽ നിന്നാണ്. If signifies a condition. What is the condition? ഈ ആകയാൽ എന്നുള്ള വാക്ക് ഈ വാക്യത്തിലുള്ളത് ഒരു വ്യവസ്ഥയുണ്ട്, ഒരു ഉടമ്പടി ഉണ്ട് എന്നുള്ളതാണ്. You have to be in Christ. അത് ആ വ്യവസ്ഥ എന്ന് പറയുന്നത് നാം ക്രിസ്തുവിൽ ആയിരിക്കണം എന്നുള്ളതാണ്. In Christ signifies a union with Jesus where believers are united to him by faith. വിശ്വാസത്തിലൂടെ ഒരു വിശ്വാസി ക്രിസ്തുവുമായി ഒന്നിച്ചു ചേരുന്ന ഐക്യത്തിൻ്റെ ആത്മാവിലേക്ക് ക്രിസ്തുവുമായി പ്രവേശിക്കുന്നതിനെയാണ് നാം ഇവിടെ ഈ വാക്യത്തിൽ ക്രിസ്തുവിൽ എന്നുള്ള വാക്കുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. New creation. This is not a reform of the old self, but a fundamental, supernatural and spiritual recreation by God. ഇവിടെ പുതുക്കം എന്ന് പറയുന്നത് കേവലം പഴയതിൻ്റെ ഒരു അറ്റകുറ്റപ്പണികളുടെ ഒരു രീതിശാസ്ത്രത്തിലല്ല, പകരം അടിസ്ഥാനപരമായും ഘടനാപരമായുമുള്ള ഒരു പൊളിച്ചെഴുത്തും പുതിയ നിർമ്മാണത്തെക്കുറിച്ചുമാണ് പറയുന്നത്. Old has passed away. പഴയതെല്ലാം കഴിഞ്ഞുപോയി. Refers to the removal of the old life, ഇന്നലകളിലെ നമ്മുടെ ജീവിത രീതികൾ, including the condemnation of sin and the bondage to former way of living. ഇന്നലകളിലെ പാപവഴികളിലുള്ള നമ്മുടെ അടിമത്തവും പാപത്തിൻ്റെ ആ ഒരു പാപശിക്ഷയെക്കുറിച്ചുമുള്ള ആ യാത്രകളിൽ നിന്നുള്ള വ്യതിചലിച്ചുള്ള ജീവിതം. The new has come highlights ഒരു പുതിയത് വന്നു എന്നുള്ളത് വിവക്ഷിക്കുന്നത് a new life marked by righteousness, new identity and a new relationship with God. ദൈവവുമായുള്ള പുതിയ ബന്ധം, പുതിയ നീതിബോധം, പുതിയ ജീവിതക്രമം ആയി പ്രവേശിക്കുന്നതിനെയാണ് പുതുക്കം എന്ന് നാം പറയുന്നത്. I'm calling my talk today the divine reset. ഇന്ന് ഞാൻ ഈ ഒരു പ്രഭാഷണത്തിൽ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത് ദൈവികമായിട്ടുള്ള ഒരു പുനർബന്ധത്തെക്കുറിച്ചാണ്. How many of you have a smartphone? നിങ്ങളിൽ എത്ര പേർക്ക് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്? Just hold it up. Can you all നിങ്ങൾക്ക് hold up കൈകളിൽ the ഒന്ന് smartphone? ഉയർത്താമോ? Good. Almost every single person here has a smartphone. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ പക്കലും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട് എന്നുള്ളത് ഇന്നിൻ്റെ യാഥാർത്ഥ്യമാണ്. 2025 statistics say more than 85% of households in India have at least one smartphone. 2025 ഒരു കണക്കെടുപ്പ് പറയുന്നത് 85% വീടുകളിലെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ നിർബന്ധമായും ഉണ്ടായിരിക്കും. How many of you have a computer? നിങ്ങളിൽ എത്ര പേർക്ക് ഒരു കമ്പ്യൂട്ടർ വീട്ടിലുണ്ട്? We all work on our phones or computers daily. നാം എല്ലാവരും പ്രതിദിനം നമ്മുടെ മൊബൈൽ ഫോണിലും സ്മാർട്ട് ഫോണിലും കമ്പ്യൂട്ടറിലും പ്രവർത്തിക്കുന്നവരാണ്, ജോലി ചെയ്യുന്നവരാണ്. And we are all familiar when the phone or computer freezes up. ചിലപ്പോഴെങ്കിലും നമ്മൾ കമ്പ്യൂട്ടറുമായും നമ്മുടെ സ്മാർട്ട് ഫോണുമായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ചിലപ്പോഴെങ്കിലും അത് നിന്നു പോകാറുണ്ട്, മരവിച്ചു പോകാറുണ്ട്. We see the spinning wheel. ഒരു കറങ്ങുന്ന ചക്രം നമ്മുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ നാം ചിലപ്പോഴെങ്കിലും കാണാറുണ്ട്. We see the frozen screen. ചിലപ്പോഴെങ്കിലും ചലിക്കാത്ത നിശ്ചലമായി പോയ സ്ക്രീൻ നമുക്ക് കാണുവാൻ കഴിയും. Just like the phone or computer that can get bogged down by too many background apps or the distractions, our spiritual lives can freeze up. നമ്മുടെ ജീവിതവും ഇപ്രകാരമാണ്. നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ നിരന്തരമായിട്ടുള്ള ബാഹ്യ പ്രേരണകൾ കൊണ്ട് നമ്മുടെ ജീവിതവും ഇപ്രകാരം നിശ്ചലമായി പോകുവാൻ, മരവിച്ചു പോകുവാൻ ഇടയുണ്ട്. What do we do when our phone or computer freezes up? നമ്മുടെ മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ നിശ്ചലമായാൽ നമ്മൾ എന്തു ചെയ്യും? We download updates and or we reboot or restart it. And then we reconnect to the internet or Wi-Fi and then it's working better. നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടർ നിശ്ചലമായി പോയാൽ അതിനെ വീണ്ടും നമ്മൾ അതിനെ പ്രവർത്തിപ്പിക്കുവാൻ തുടങ്ങും. നമ്മൾ കുറച്ചും കൂടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അതിനകത്ത് നമ്മൾ നിക്ഷേപിക്കുവാൻ ശ്രമിക്കും. അതിലൂടെ ആ കമ്പ്യൂട്ടർ വീണ്ടും പ്രവർത്തിക്കുവാൻ നമ്മൾ ശ്രമിക്കും. So how do we do the same with our spiritual lives? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇത് നാം എങ്ങനെയാണ് ചെയ്യുന്നത്? First, we have to reboot. ഒന്നാമതായി നാം ചെയ്യേണ്ടുന്നത് ഒരു പുതിയ തുടക്കം, പുതിയ ആരംഭം കുറിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. Reboot is defined as a start, to start something new or to refresh something
or make something new by creating a new version and to make a fresh start. ഒരു പുതിയ ക്രമം ഉണ്ടാക്കി ആ പുതിയ ക്രമത്തിലൂടെ ഇപ്പോഴുള്ള വ്യവസ്ഥയ്ക്ക് ഒരു പുതിയ തുടക്കം കുറിക്കുക, ആരംഭം കുറിക്കുക എന്നുള്ളതാണ് റീബൂട്ട് എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുക. A reboot in a computer sense clears out the errors and starts fresh. കമ്പ്യൂട്ടറിലെ കുറവുകൾ, പ്രശ്നങ്ങൾ നീക്കിക്കളഞ്ഞ് അതിനെ കുറച്ചും കൂടെ പുതുമയുള്ളതാക്കുന്നു, നവോന്മേഷമുള്ളതാക്കുന്നതിലൂടെ ആ കമ്പ്യൂട്ടർ കുറച്ചും കൂടെ സജീവമായി പ്രവർത്തിപ്പാൻ ഇടയാകുന്നു. Biblically, this is called the new creation. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെയാണ് നാം പുതിയ ജീവിതം, പുതുജീവിതം എന്ന് നാം പറയുന്നത്. The Greek word used here is kainekthesis. കാനറ്റീസിസ് എന്നാണ് ഇതിന്റെ ഗ്രീക്ക് പദം. This is not a renovation of the old man, but an entirely new kind of existence. പഴയ മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു അറ്റകുറ്റപ്പണികളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, പകരം പൂർണ്ണമായി പുതുക്കപ്പെടുന്ന ജീവിതത്തെക്കുറിച്ചാണ്. Just as God created the world from nothing, He creates a new you from the wreckage of the old. ഒന്നുമില്ലായ്മയിൽ നിന്ന്, പാഴും ശൂന്യമായ അവസ്ഥയിൽ നിന്ന് ദൈവം സർവ്വ സൃഷ്ടിയെയും ഉണ്ടാക്കിയതുപോലെ നമ്മുടെ ജീവിതത്തെ ദൈവം ആകമാനമായി പുതുക്കുന്നതിനെയാണ് റീബൂട്ട് എന്ന് അർത്ഥമാക്കുക. So now we have defined what is a reboot. റീബൂട്ട് എന്ത് എന്നുള്ളത് നാം നിർവചിച്ചുവല്ലോ. So let's look at why we should reboot and how do we reboot. എന്തിന്, എങ്ങനെ നാം ഈ റീബൂട്ട് ചെയ്യണം എന്നുള്ളതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. We're going to look at three main points. അവിടെ നാം 3 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. The problem, ഒന്ന് നമ്മുടെ മുൻപിലുള്ള പ്രശ്നം, the process, അതിനുള്ള പ്രക്രിയ, and the outcome. അതിൻ്റെ ഫലം. Can you all repeat after me? Problem, process, outcome. നിങ്ങൾക്ക് എൻ്റെ പിന്നാലെ ആവർത്തിക്കാമോ? പ്രശ്നം, പ്രക്രിയ, ഫലം. പ്രോബ്ലം, Process, outcome. ഔട്ട്കം. The first step, the problem. Why do we need a system reboot? We Yes. have to recognize and accept there is a problem and then diagnose it. നമ്മൾ എന്തിനാണ് ഒരു സംവിധാനത്തെ പുനരാരംഭിക്കുന്നത്? കാരണം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടെന്ന് നാം തിരിച്ചറിയുന്നത് കൊണ്ടാണ്. We need a reboot because we are tired of the old life. പഴയ ജീവിതത്തിൻ്റെ വലിയ ബാഗേജുകൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ നാം പലപ്പോഴും പരിക്ഷീണരായി തീർന്നിരിക്കുന്നു അത് വഹിച്ചതിനാൽ. The cycles of sin, guilt, and the pursuit of temporary world pleasures. ഈ ലോകത്തിൻ്റെ ഭോഗാസക്തികളും താൽക്കാലികമായ സുഖങ്ങളും തേടിയുള്ള യാത്രയിൽ പലപ്പോഴും വിശ്വാസ ജീവിതയാത്രയിൽ നമ്മൾ പരിക്ഷീണരായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ കുറ്റബോധവും പെരുകുന്നു. The system failure. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യവസ്ഥയുടെ പരാജയം. So we have fallen into what we call a spiritual slumber. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതിനെ പറയുന്നത് ആത്മീകമായ ഒരു തകർച്ച, ആലസ്യത, ഉറക്കം എന്നാണ്. Just as a frozen computer or smartphone cannot fulfill its purpose if our heart is cluttered by worldly distractions, that's the slumber, we lose our divine signal. നിശ്ചലമായി പോയ ഒരു കമ്പ്യൂട്ടറോ സ്മാർട്ട് ഫോണോ അതിൻ്റെ ഉപയോഗം പൂർണ്ണമായി നടപ്പിലാക്കുവാൻ കഴിയാത്തതുപോലെ ഈ ലോകത്തിൻ്റെ അലച്ചിലുകളിൽ പെട്ടുകൊണ്ട് പലപ്പോഴും ദൈവവുമായുള്ള ആശയവിനിമയ ബന്ധം നഷ്ടപ്പെട്ട് നാമും നിശ്ചലമായി പോകാറുണ്ട്. We aren't necessarily broken, but we are stuck in a spiritual slumber of routine, social media, academic or work pressure. പലപ്പോഴും ജോലി സമ്മർദ്ദങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ അമിതമായ സമ്മർദ്ദങ്ങൾ, നമ്മുടെ ഈ ലോക ജീവിതത്തിലെ പല ഉത്തരവാദിത്തങ്ങൾ, ഇവകളിൽ പെട്ട് ഉഴന്ന് പലപ്പോഴും നമ്മൾ മരവിച്ച അവസ്ഥകളിലേക്ക്, ആത്മീയ ആലസ്യതയിലേക്ക് വീണുപോകാൻ ഇടയുണ്ട്. I'm going to share a personal story of when me and my family were stuck in a spiritual slumber like this. ആത്മീകമായ ഉറക്കത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബവും വീണുപോയ ഒരു വ്യക്തിപരമായ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. In 2012, 2012 my wife and I felt the call to go overseas on mission. ഞാനും എൻ്റെ ഭാര്യയും
വിദേശത്തേക്ക് കടൽ കടന്ന് ക്രിസ്തീയ ദൗത്യത്തിൻ്റെ ആവിഷ്കാരത്തിനായി പോകണമെന്ന് തീരുമാനിച്ചു. We prayed about it and very strongly we felt God calling us. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി അവിടേക്ക് പോകണമെന്ന് ഞങ്ങൾക്ക് ശക്തമായ വിളി ഉണ്ടാവുകയും ചെയ്തു. And we started preparing. Our church in Canada was completely behind us. ഞങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുത്തു. കാനഡയിലുള്ള ദേവാലയം ഞങ്ങളെ സ്വീകരിക്കുവാൻ പൂർണ്ണമായും തയ്യാറെടുത്തിരുന്നു. We sold our house. I resigned from my job. ഞങ്ങൾ ഞങ്ങളുടെ ഭവനം വിറ്റു എൻ്റെ ജോലി രാജിവെച്ചു. And we were all set to go. ഞങ്ങൾ കാനഡയിലേക്ക് പോകുവാൻ എല്ലാം തയ്യാറായി കഴിഞ്ഞു. 2 months before we were supposed to leave, ഞങ്ങൾ പോകുന്നതിന് 2 മാസം മുൻപ് in our church we got a new pastor. ഞങ്ങളുടെ ദേവാലയത്തിൽ ഒരു പുതിയ അച്ഛൻ വന്നു. Let me make it clear, it was not a Marthoma church. അതൊരു മാർത്തോമ ദേവാലയമല്ല. This new pastor had a completely different idea of what missions is supposed to be. ക്രിസ്തീയ ദൗത്യത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ അഭിപ്രായമുള്ള കാഴ്ചപ്പാടുള്ള ഒരു പട്ടക്കാരനായിരുന്നു അദ്ദേഹം. He asked us, what qualifies you to be a missionary? അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ കർത്താവിൻ്റെ മിഷണറിമാരായി പോകുവാൻ തക്കവണ്ണം എന്ത് യോഗ്യതയാണ്, ആരാണ് ആ യോഗ്യത നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്? We said we have been serving in this church for the last 10 years in many different ministries. ഞങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഞങ്ങൾ നിരവധി ശുശ്രൂഷകളിൽ ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട ആയിരുന്നുവല്ലോ. But that is not what qualifies us. എന്നാൽ അതല്ല ഞങ്ങളുടെ യോഗ്യതയുടെ കാരണം. We are not qualified to be missionaries. ഞങ്ങൾ മിഷണറിമാരായിരിക്കുവാൻ തക്കവണ്ണമുള്ള യോഗ്യതയുള്ളവരല്ല. But the grace of God qualifies us to be missionaries. ഞങ്ങൾ മിഷണറിമാരായിരിക്കുവാനുള്ള ഒരേ ഒരു യോഗ്യത, അത് ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിലുണ്ട്, അത് ഞങ്ങളിലൂടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. We told him that's what we believe. ഞങ്ങൾ പറഞ്ഞു, ദൈവത്തിൻ്റെ കൃപയാലാണ് ഞങ്ങൾ മിഷണറിമാരായിരിക്കുന്നത് എന്ന് പറഞ്ഞു. But he would not agree. എന്നാൽ അദ്ദേഹം അത് സമ്മതിക്കുവാൻ തയ്യാറായില്ല. He said, I am the senior pastor. I will decide if God is calling you to be a missionary or not. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഈ ദേവാലയത്തിലെ മുതിർന്ന പട്ടക്കാരൻ, അതുകൊണ്ട് ഈ ദേവാലയത്തിൽ നിന്ന് ആരാണ് മിഷണറിയായി പോകേണ്ടത് എന്നുള്ളത് ഞാൻ തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. Long story short, we could not go. അതിനാൽ ചുരുക്കി പറയട്ടെ, ഞങ്ങൾക്ക് ആ മിഷണറി ദൗത്യമായി പോകുവാൻ കഴിഞ്ഞില്ല. Because even though the rest of the church was behind us, the missions committee was behind us, this pastor put his foot down and said, we will not send them. ഞങ്ങളുടെ ഇടവകയുടെ മിഷൻ കമ്മിറ്റിയും ഒക്കെ തന്നെ ഞങ്ങൾക്ക് പിന്തുണ നൽകിയെങ്കിലും ഈ ഒരു പട്ടക്കാരൻ്റെ ഇടപെടലിലൂടെ ഞങ്ങൾക്ക് ആ ദൗത്യം പൂർത്തീകരിപ്പാൻ അവിടേക്ക് പോകുവാൻ കഴിഞ്ഞില്ല. So we left that church. ഞങ്ങൾ ആ ദേവാലയം ഉപേക്ഷിച്ചു. We could not go overseas. ഞങ്ങൾക്ക് വിദേശത്തേക്ക് പോകുവാൻ കഴിഞ്ഞില്ല. We felt angry at God. ഞങ്ങൾക്ക് ദൈവത്തോട് പോലും ദേഷ്യമുണ്ടായി. We felt angry at ourselves. ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ കോപമുണ്ടായി. We asked God, we said, God, you called us. This is not what you wanted from us. You told us you want us to go. We stepped out in faith. Is this how you reward us? ദൈവമേ, നീയാണല്ലോ ഞങ്ങളെ വിളിച്ചത്. ആ വിളിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഞങ്ങൾ ഇതിനൊക്കെ തുടങ്ങിയത്. ഇതാണോ പ്രതിഫലമായി നീ ഞങ്ങൾക്ക് നൽകിയത് എന്ന് ദൈവത്തോട് പോലും കലഹിച്ചു. We were so angry. We were so upset. ഞങ്ങൾ വളരെ നിരാശരായി. ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെയും ദൈവത്തോട് തന്നെയും ദേഷ്യമുണ്ടായി. We stopped going to church completely. ഞങ്ങൾ ദേവാലയത്തിലേക്ക് ആരാധനയ്ക്കായി പോകുന്നത് നിർത്തി. For almost 7 months, we did not go to church. ഞങ്ങൾ 7 മാസത്തോളം ആരാധനയ്ക്കായി ദേവാലയത്തിൽ പോയില്ല. My wife and I, every day we were fighting at home. എല്ലാ ദിവസവും ഇതിൻ്റെ പേരിൽ ഇതുമായി ബന്ധത്തിൽ ഞങ്ങളുടെ ഇടയിൽ കലഹം ഉണ്ടാകുവാൻ തുടങ്ങി. We were crying every day. ഞങ്ങൾ എല്ലാ ദിവസവും ആത്മഭാരത്താൽ കരയുവാൻ തുടങ്ങി. Trying to understand what is happening. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയായിരുന്നു. So this happened for about 7 months. ഈ ഒരു പ്രക്രിയ ഏതാണ്ട് 7 മാസത്തോളം നീണ്ടു നിന്നു. And one day our daughter came to us. ഒരു ദിവസം ഞങ്ങളുടെ മകൾ ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നു. At that time she was about 3 years old. ആ സമയത്ത് ഞങ്ങളുടെ മകൾക്ക് 3 വയസ്സാണ് പ്രായം. From the time she was born, all she was seeing is her parents. 3 or 4 days during the week we are at church. On the weekend, full day we are at church. അവളുടെ ബാല്യപ്രായം മുതൽ ജനിച്ചു വീണ നാൾ മുതൽ അവൾ കാണുന്നത് എല്ലാ
വാരാന്ത്യങ്ങളിലും ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും ഞായറാഴ്ചകളിൽ പൂർണ്ണസമയം ദേവാലയത്തിൽ ശുശ്രൂഷ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളെയാണ് അവൾ കണ്ടിട്ടുള്ളത്. And suddenly, she's seeing her parents 7 months not going to church. പെട്ടെന്ന് അവൾ കാണുന്നു എല്ലാ ഞായറാഴ്ചയും ദേവാലയത്തിൽ പോയിരുന്ന മാതാപിതാക്കൾ കഴിഞ്ഞ 7 മാസമായി ദേവാലയത്തിൽ പോയിട്ടില്ല. She could not understand it. എന്തുകൊണ്ടാണ് ഇങ്ങനെ മാതാപിതാക്കൾ ദേവാലയത്തിലേക്ക് പോകാതിരുന്നത് എന്ന് അവൾക്ക് മനസ്സിലായില്ല. Why her parents are fighting and crying and arguing so much. എന്തുകൊണ്ടാണ് അവർ വാഗ്വാദത്തിലും കലഹത്തിലും ഇടപെടുകയും കരച്ചിലിന്റെ വക്കോളം എത്തുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. So when this had gone on for almost 7 months, ഇതൊരു 7 മാസത്തോളം ഈ ഒരു യാത്ര, ഈ ഒരു സംഭവം തുടരുകയാണ്. a daughter came to us and asked us a question. ഞങ്ങളുടെ മകൾ ഞങ്ങളുടെ അടുക്കിലേക്ക് വന്ന ഒരു ചോദ്യം ഞങ്ങളോട് ചോദിച്ചു. Very innocent. She's just 3 years old. വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ്. അവൾക്ക് കേവലം 3 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. Said, "Mummy, Daddy, why don't we go to church anymore? Do you not love Jesus anymore?" അവൾ ഞങ്ങളോട് ചോദിച്ചൊരു നിഷ്കളങ്കമായ ചോദ്യമുണ്ട്. പപ്പാ, മമ്മി, എന്തുകൊണ്ടാണ് നിങ്ങൾ ദേവാലയത്തിലേക്ക് പോകുന്നത്? നിങ്ങൾ യേശുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ലേ? Just 3 years old. 3 വയസ്സ് മാത്രമുള്ള എൻ്റെ മകളുടെ ചോദ്യമാണ്. Do you not love Jesus anymore? യേശു ക്രിസ്തുവിനെ ഇനിയും നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം. That broke me and my wife. ഞങ്ങളുടെ ജീവിതത്തെ ഒരർത്ഥത്തിൽ തകർത്ത, ഞങ്ങളെ പുതുക്കി പണിത ഒരു വലിയ സംഭവമായിരുന്നു അത്. That made us realize what a spiritual slumber we were in. എന്താണ് ആത്മീയ ഉറക്കം, ആലസ്യത എന്നുള്ളത് തിരിച്ചറിയുവാൻ ആ സംഭവം ഇടയാക്കി. Said, what are we teaching our daughter? ഞങ്ങളോട് തന്നെ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ മകളെ പഠിപ്പിക്കുന്നത്? And very clearly, God was using a 3-year-old daughter to call us back to Him. ദൈവം ഞങ്ങളുടെ 3 വയസ്സ് മാത്രം പ്രായമുള്ള മകളെ ദൈവസന്നിധിയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം എടുത്തുപയോഗിച്ചു. So I want to ask you this question today. ഈ ചോദ്യം ഈ വൈകുന്നേരം നിങ്ങളോട് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Is there an area of your life that needs a spiritual reboot? നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ആരംഭിക്കുവാൻ തക്കവണ്ണം എന്തെങ്കിലും ആത്മീയ ആലസ്യത, ഉറക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? Who or what is God using to awake you from your spiritual slumber? ആത്മീയ ഉറക്കത്തിൽ നിന്ന് നിങ്ങളെ ഉണർത്തുവാൻ ദൈവം ആരെയാണ്, എന്തിനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? It can be a friend, അതൊരു സുഹൃത്താവാം, can be a neighbor, ഒരു അയൽക്കാരനോ അയൽക്കാരിയോ ആകാം, can be a family member, ഒരു കുടുംബാംഗമാകാം, can be someone in your church, നിങ്ങളുടെ ദേവാലയത്തിലുള്ള ആരെങ്കിലും ആകാം, someone in your community. നിങ്ങളുടെ സമൂഹത്തിലുള്ള ആരെങ്കിലും ആവാം. Ask yourself, is God using that person to draw me back to Him? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ഇങ്ങനെ ആരെയെങ്കിലും ദൈവം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? So coming to the second point, രണ്ടാമത്തെ ആശയത്തിലേക്ക് വരുമ്പോൾ, we have accepted there's a problem, we have diagnosed the problem, which is our spiritual slumber. ആത്മീയ ഉറക്കം എന്നുള്ള ഒരു പ്രശ്നം നമുക്കുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. We come to the process. നമ്മളിനി ഈ ആത്മീയ ഉറക്കത്തിൽ നിന്ന് പുറത്തേക്ക് വരുവാനുള്ള ഒരു പ്രക്രിയയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. The process involves the power of repentance. ഇതിൽ ഏറ്റവും പ്രധാനമുള്ളത് അനുതാപത്തിൻ്റെ, പാപം ഏറ്റുപറച്ചിലിൻ്റെ ഒരു അനുഭവമാണ്. Mariamman has always been a place for a spiritual restart. ആത്മീയ ഉണർവിൻ്റെ, ഉത്ഥാനത്തിൻ്റെ ഒരു ഇടമാണ് ഈ മാരാമൺ കൺവെൻഷൻ പന്തൽ. We all need an identity shift. നമുക്കെല്ലാവർക്കും നമ്മുടെ ഒരു സ്വത്വത്തിൽ ഒരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. Who remembers the theme of last year's Mariamman Yuvavedi? കഴിഞ്ഞ വർഷത്തെ മാരാമൺ യുവവേദിയിലെ ചിന്താവിഷയം ഇവിടെ ഇരിക്കുന്ന ആർക്ക് ഓർത്തെടുക്കുവാൻ കഴിയും? Anybody? ആർക്കെങ്കിലും കഴിഞ്ഞ വർഷത്തെ ചിന്താവിഷയം ഓർമ്മയുണ്ടോ? Last year, the theme was Christian youth and identity in Christ. ക്രിസ്തുവിൽ പുതിയ സ്വത്വം, അതിൽ സ്വത്വവും യുവതയും എന്നതായിരുന്നു കഴിഞ്ഞ വർഷത്തെ യുവവേദിയുടെ ചിന്താവിഷയം. You are no longer defined by your failures, your addictions or your past status. നിങ്ങളുടെ ഇന്നലകളുടെ, നിങ്ങളുടെ സ്ഥാനമാനങ്ങളോ, നിങ്ങളുടെ ആസക്തികളോ,
പരാജയങ്ങളോ അല്ല നിങ്ങളുടെ സ്വത്വത്തെ നിർവചിക്കുന്നത്. Doesn't matter who you are or what you've done. നീ എന്ത് ചെയ്തു, നീ ആരാണ് എന്നുള്ളതൊന്നും ഇവിടെ പ്രസക്തമല്ല. This morning, Reverend Wilson Muzandile shared a very strong message. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ പ്രസംഗം കേട്ടിരുന്നുവെങ്കിൽ റെവറൻഡ് വിൽസൺ വളരെ ശക്തമായ ഒരു സന്ദേശം നമ്മളോട് പറയുകയുണ്ടായി. One question he asked during that message, തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. which Christ asked the man. ക്രിസ്തു അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനോട് ചോദിച്ച ചോദ്യം, Who are you? നീ ആരാണ്, നിന്റെ സ്വത്വം എന്താണ് എന്ന് യേശു അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനോട് ചോദിച്ച അതേ ചോദ്യം. How will you answer that question today? Who ആ are ചോദ്യം you? നമ്മളോടാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് ഉത്തരം നൽകും? In Christ, ക്രിസ്തുവിൽ നാം ആയിരിക്കുകയാണെങ്കിൽ your primary identity നമ്മുടെ പ്രാഥമികമായ സ്വത്വം എന്ന് പറയുന്നത് is beloved child of God. ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളാവുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. Nothing else matters. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. You are a beloved child of God. ഞാനും നിങ്ങളും ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, പ്രിയ മക്കളാണ് എന്ന ബോധ്യത്തിൽ നാം ജീവിക്കണം. Are you ready for a fresh start this year in 2026? 2026 ക്രിസ്തുവിൽ ഒരു പുതിയ തുടക്കത്തിന് നിങ്ങൾ തയ്യാറാണോ? A new beginning starts with one word. ഈ പുതിയ തുടക്കം ഒരൊറ്റ വാക്കിലാണ് ആരംഭിക്കുന്നത്. Repent. അത് പാപം ഏറ്റുപറയുക, അനുതപിക്കുക എന്നുള്ളതാണ്. Repent is not a word of condemnation, അതൊരു ശിക്ഷയുടെ വാക്കല്ല, but an invitation to turn away from the things that weigh you down and turn toward God. ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളഞ്ഞ, നമ്മളെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയ അവസ്ഥകളിൽ നിന്ന് തിരിഞ്ഞു വരുവാനുള്ളൊരു ക്ഷണമാണത്. It's a call to transformation. അത് രൂപാന്തരത്തിനായുള്ളൊരു ക്ഷണമാണ്. Leave behind the past and embrace a new beginning. ഇന്നലകളെ വിട്ടുകളഞ്ഞ് പുതിയതിനെ നെഞ്ചോട് ചേർക്കുന്നതിനെ ഉള്ള ക്ഷണമാണിത്. God's presence and His promises are accessible right now. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും ദൈവത്തിൻ്റെ വലിയ ആലിംഗനവും നമുക്ക് ഇപ്പോൾ തന്നെ ഈ പുതിയ ജീവിതത്തിൽ ലഭ്യമാണ്. You don't have to wait for a better moment. ഒരു പുതിയ മറ്റൊരു നിമിഷത്തിലേക്ക് നാം കാത്തിരിക്കേണ്ട കാര്യമില്ല. You don't have to wait for the perfect time. ഒരു പൂർണ്ണമായ സമയം, ഏറ്റവും നല്ല സമയത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. Take a step of faith today. വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ ഒരു പുതിയ യാത്ര തുടരുക. Turn your heart towards Him ക്രിസ്തുവിങ്കിലേക്ക്, ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ഹൃദയത്തെ തിരിക്കുക. and experience the joy, peace and purpose that only His kingdom can give. ദൈവത്തിൻ്റെ രാജ്യത്തിന് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനവും ജീവിത ലക്ഷ്യവും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുക. Repent, for the kingdom of heaven is near. ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടേണ്ടത് അനിവാര്യമാണ്. These are the same words that Matthew uses to introduce the preaching of Jesus. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ പരിചയപ്പെടുത്തുന്നതിൽ മത്തായി ഇതേ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. But it's not the first time these words are being spoken. അത് ആദ്യമായിട്ടല്ല അവിടെ പറയപ്പെടുന്നത്. A chapter earlier, John the Baptist is proclaiming the exact same words. യോഹന്നാൻ സ്നാപകൻ അതേ വാചകങ്ങൾ തന്നെ അതിനു മുൻപ് ഉപയോഗിച്ചിട്ടുണ്ട്. And later on, Jesus sends out His disciples with the exact same words. യേശുക്രിസ്തു പിന്നീട് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോഴും അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞയക്കുന്നത്. Repent, for the kingdom of heaven is near. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. If there's one thing Matthew wants to make clear, മത്തായി ഒരു കാര്യം വ്യക്തമാക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. it's when Jesus entered this world in human flesh, a new era has begun. യേശുക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ച് ഈ ഭൂമിയിലേക്ക് ആഗതമായപ്പോൾ ഒരു പുതിയ ക്രമം, വ്യവസ്ഥാപിതമായ പുതിയ ക്രമം നിലവിൽ വരികയാണ്. It's very clear. We have to stop what we are doing. We have to turn away from evil, turn away from darkness and seek the kingdom. അതുകൊണ്ട് ഈ പുതിയ ക്രമം ക്രിസ്തുവിലൂടെ വന്നതുകൊണ്ട് ഇന്നലകളിലെ അന്ധകാര ശക്തികളെ ഉപേക്ഷിച്ച് അനുദപിച്ച് ഈ പുതിയ ക്രമത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. It's very easy to say, seek the kingdom of God.
ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ലളിതമായ കാര്യമാണ്. But practically, how do we implement that in our lives? പ്രായോഗികമായി അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നാം സാക്ഷാത്കരിക്കുന്നത്? We all have responsibilities. നമുക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാനുണ്ട്. We need to work in order to provide food for ourselves and our family. നമ്മുടെ കുടുംബങ്ങളെ പരിപാലിക്കുവാൻ തക്കവണ്ണം ജോലി ചെയ്യണം, അധ്വാനിക്കേണ്ടത് അനിവാര്യമാണ്. We have all these concerns. നമുക്ക് പലവിധമായിട്ടുള്ള ചിന്തകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. It's very easy to get caught up in all of that. അത്തരത്തിലുള്ള ചിന്താകുലങ്ങളിൽ പെട്ടുഴലുവാനുള്ള എല്ലാ സാധ്യതകളും ഇന്നിന്റെ ലോകത്തിലുണ്ട്. We sometimes wonder, is there going to be enough funding for us? ചിലപ്പോഴെങ്കിലും നാം ചിന്തിക്കും, ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി പോയാൽ എനിക്ക് ആവശ്യമായ പണം എനിക്ക് ലഭിക്കുമോ? Will there be enough resources to give my children the proper education? എൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുവാൻ ആവശ്യമായിട്ടുള്ള പണം എനിക്ക് ലഭിക്കുമോ എന്ന സന്ദേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. If somebody falls sick in our family, will we be able to take care of them? എൻ്റെ കുടുംബത്തിലെ ആരെങ്കിലും രോഗികളായാൽ അവർക്ക് മതിയായ ചികിത്സ നൽകുവാൻ എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടാകാൻ ഇടയുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചേക്കാം. All these are very valid questions. ഈ ചോദ്യങ്ങളൊക്കെ വളരെയധികം വിലയുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. But Jesus says, don't worry about those things. എന്നാൽ യേശു പറയുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്താകുലപ്പെടേണ്ട കാര്യമേ ഇല്ല. It doesn't take away our responsibilities. അതിന്റെ അർത്ഥം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എടുത്തു കളയുന്നു എന്നല്ല. But we should not worry about them. നമ്മൾ അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. For God knows what you need and He has promised He will take care of you. ദൈവത്തിനറിയാൻ നമുക്ക് എന്താണ് ആവശ്യമുള്ളത്, അതുകൊണ്ട് തന്നെ അവൻ നമുക്കൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഞാനത് കരുതിക്കൊള്ളും എന്നുള്ളത്. Here I will share one more personal story. ഒരു വ്യക്തിപരമായ അനുഭവം കൂടെ പങ്കുവെക്കട്ടെ. I shared earlier about us stepping into full-time ministry. ഒരു പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു അനുഭവം പങ്കുവെച്ചുവല്ലോ. But a couple of years before that, അതിന് ചില വർഷങ്ങൾക്ക് മുൻപ് we felt called to full-time ministry within Canada itself. കാനഡയിൽ തന്നെ ഒരു പൂർണ്ണ സമയ സുവിശേഷ വേല ചെയ്യണം എന്ന ഒരു നിയോഗം വിളി ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. So again, resigned from our jobs. അന്നും ഞങ്ങളുടെ ജോലി രാജിവെച്ചു. And we started raising funds for our full-time ministry in Canada. കാനഡയിൽ പൂർണ്ണ സമയ സുവിശേഷ വേല ചെയ്യുവാൻ പണം സമാഹരിക്കുവാൻ, വിഭവങ്ങൾ സമാഹരിക്കുവാൻ തുടങ്ങി. We had recently purchased a house. ഞങ്ങൾ ആ സമയത്ത് ഒരു പുതിയ വീട് വാങ്ങിയിരുന്നു. So we had the payments for the house due. ഞങ്ങൾക്ക് അതിന്റെ ലോൺ തിരിച്ചടയ്ക്കേണ്ടതുണ്ടായിരുന്നു. But because I had resigned from my job, there wasn't much money. ഞാൻ ജോലി രാജിവെച്ചത് കൊണ്ട് തന്നെ ഈ കടം തിരിച്ചടയ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പക്കൽ പണമില്ലായിരുന്നു. And also the funding was not coming through as we had expected. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഞങ്ങൾക്ക് വിഭവങ്ങൾ സമാഹരിക്കുവാനും കഴിഞ്ഞില്ല. In fact, there was almost no funding coming through. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള വിഭവങ്ങളും ലഭിച്ചില്ല. One day we looked at our bank account and we were in the negative. ഞങ്ങൾ ഞങ്ങളുടെ ബാങ്കിന്റെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ അതിൽ ഒരു ബാലൻസും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. We were actually negative minus $25 in our account. We had overdraft. ഞങ്ങൾക്ക് അവിടെ അധിക ചിലവായിരുന്നു ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ. That same morning, my daughter, the same daughter I told you about before, she started crying because she was hungry. ഞങ്ങളുടെ ബാങ്ക് ബാലൻസിൽ എല്ലാം ശൂന്യമായിരിക്കുമ്പോൾ ഞങ്ങളുടെ മകൾ ഒരു ദിവസം പ്രഭാതത്തിൽ വിശന്ന് നിലവിളിക്കുവാൻ തുടങ്ങി. A daughter is crying, she is hungry, so we opened the fridge to get some food for her. അവൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഫ്രിഡ്ജ് തുറന്ന് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ എടുക്കുവാൻ അവൾ ശ്രമിച്ചു. What do we see in the fridge? എന്താണ് ആ ഫ്രിഡ്ജിനകത്ത് കാണുന്നത്? One slice of bread and a teaspoon of jam. അവിടെ ആ ഫ്രിഡ്ജിൽ ആകെ അവശേഷിച്ചിരുന്നത് ഒരു കഷ്ണം ബ്രെഡും അല്പം ചീസുമാണ്. That's all there was left in the fridge. ആ ഫ്രിഡ്ജിൽ ആകെ അവശേഷിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങൾ അതുമാത്രമായിരുന്നു. So we gave that to our daughter. അത് ഞങ്ങൾ ഞങ്ങളുടെ മകൾക്ക് കൊടുത്തു. She ate that. അവളെ ഭക്ഷിച്ചു. And she's still crying because she is still hungry. അവൾക്ക് അവളുടെ വിശപ്പ് മാറാത്തത് കൊണ്ട് അവൾ വീണ്ടും കരയുവാൻ തുടങ്ങി. My wife and I looked at each other. We have no more food for our 3-year-old daughter. ഞാനും എൻ്റെ ഭാര്യയും പരസ്പരം നോക്കുവാൻ തുടങ്ങി. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൾക്ക് വിശപ്പടക്കുവാൻ ഭക്ഷണം ഞങ്ങളുടെ പക്കലില്ല. How do you tell your 3-year-old daughter that you have no food for her because you decided to serve God?
ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ ഇറങ്ങിത്തിരിച്ചതുകൊണ്ട് നിനക്ക് ഭക്ഷണം തരുവാൻ ഞങ്ങളുടെ പക്കലില്ല എന്നുള്ളത് എങ്ങനെയാണ് മകളോട് പറഞ്ഞു ഫലിപ്പിക്കുക? We had no answer. ഞങ്ങൾക്ക് ഉത്തരമില്ലായിരുന്നു. My wife and I, we started crying. ഞങ്ങൾ അക്ഷരികമായി കരയുവാൻ തുടങ്ങി. We knelt on the floor right there. ഞങ്ങൾ ഞങ്ങളുടെ മുട്ടുകളെ അവിടെ തന്നെ മടക്കി ഞങ്ങൾ നിൽക്കുകയാണ്. And we prayed and said, God, you promised that you would provide. Is this how you provide for us? ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവിടെ ഞങ്ങളുടെ മുട്ടുകളെ മടക്കി ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ, നീയല്ല ഞങ്ങളെ വിളിച്ചത്, ഈ പ്രതിസന്ധിയിൽ ഞങ്ങൾ നിസ്സഹായരാണല്ലോ. We have no food to give our 3-year-old daughter. ഞങ്ങളുടെ 3 വയസ്സുള്ള മകൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ ഞങ്ങളുടെ പക്കൽ ഭക്ഷണമില്ലല്ലോ. Crying and praying. ഞങ്ങൾ കരയുകയും അതേസമയം പ്രാർത്ഥിക്കുകയും ചെയ്തു. We said, God, we are still trusting in you. ദൈവമേ, ഈ പ്രതിസന്ധി മധ്യത്തിലും ഞങ്ങൾ നിന്നിൽ മാത്രം ആശ്രയിക്കുന്നു. We don't see an answer, but we are trusting in you. ഞങ്ങൾക്ക് ഒരു ഉത്തരം ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഞങ്ങൾ പക്ഷേ നിന്നിൽ മാത്രം ആശ്രയിക്കുന്നു. We prayed for about 5 minutes. ഞങ്ങൾ ഏതാണ്ട് 5 മിനിറ്റോളം പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥന തുടർന്നു. And then we got up off the floor. ഞങ്ങൾ പിന്നീട് ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു. Still no answer. ഞങ്ങൾക്ക് അപ്പോഴും ഉത്തരമില്ല. Suddenly there was a knock on our door. ഞങ്ങളുടെ അല്പസമയം കഴിയുമ്പോൾ ഞങ്ങളുടെ കതകിൽ മുമ്പിലത്തെ പ്രധാന വാതിലിന് മുകളിൽ ഒരു ആരോ മുട്ടി വിളിക്കുന്നതായി ഞങ്ങൾ കേട്ടു. We opened the door and there was a lady standing there. ഞങ്ങൾ കതകൾ തുറന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നത് ഞങ്ങൾ കാണുകയാണ്. And she said, I go to the same church that you go to. അവർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ സാധാരണയായി പോകുന്ന അതേ പള്ളിയിലാണോ നിങ്ങൾ പോകുന്നത്? I woke up this morning ഞാൻ രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പോൾ and I felt God telling me, go to the grocery store and buy some groceries. ആ സ്ത്രീയോട് ദൈവം പറയുന്നതായി അവർ കേൾക്കുകയാണ്, നീ പലചരക്ക് കടയിൽ ചെന്ന് ചില പലചരക്ക് സാധനങ്ങൾ വാങ്ങുവാൻ ആരോ പറയുന്നതായി ആ സ്ത്രീ കേട്ടതായി രേഖപ്പെടുത്തുന്നു. She said, I don't know why, but I just listened to the voice of God. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. I bought the groceries and then God told me there is a family from the church that has stepped out into full-time ministry. They need food. ദൈവത്തിൻ്റെ ശബ്ദം ഈ സ്ത്രീ കേട്ടു. ഈ ദേവാലയത്തിൽ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിത്തിരിച്ച ഒരു കുടുംബം ഇപ്പോൾ പട്ടിണിയിലാണ്, അവരെ കരുതണമെന്ന ദൈവശബ്ദം ഞാൻ കേട്ടു എന്ന് അവൾ പറയുകയാണ്. We have never seen this lady before. ഇതിനു മുൻപ് ഞങ്ങൾ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. So she said, I bought the food. I did not know where you stayed, so I went to the church, asked the pastor, and he gave me your address. ഈ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പോകുന്ന ദേവാലയത്തിൽ ഞങ്ങൾ ചെന്ന് അവിടെയുള്ള പട്ടക്കാരനോട് ചോദിച്ച് മേൽവിലാസം കണ്ടെത്തിയാണ് ഞാൻ ഈ ഭക്ഷണ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. She said, are you the family that has stepped out into full-time ministry? നിങ്ങളാണോ പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതിന് ശേഷം പ്രതിസന്ധിയിൽ അകപ്പെട്ട കുടുംബം നിങ്ങളാണോ? And we said, yes, this we are. ഞങ്ങൾ പറഞ്ഞു, അതേ കുടുംബമാണ് ഞങ്ങൾ. And then she took 2 big bags of groceries and gave it to us, enough food for 2 months. അടുത്ത 2 മാസത്തേക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയ 2 സഞ്ചികൾ ആ സ്ത്രീ ഞങ്ങൾക്ക് ഔദാര്യമായി നൽകുകയാണ്. We just broke down crying. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഹൃദയം പൊട്ടി ഞങ്ങൾ നിലവിളിച്ചു. We got the promise from God to trust Him, and God delivered. ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുകയും അവൻ്റെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്തപ്പോൾ ആ ദൈവം അത് നടപ്പിലാക്കി തന്നു. So God reminds us, don't worry about these things. ദൈവം പറയുന്നത്, ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. Seek first His kingdom and all these things will be added to you. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. How great is your grace, O Lord. നമ്മുടെ ദൈവത്തിൻ്റെ കൃപ എത്ര മഹത്തരമാണ് എന്ന് നാം തിരിച്ചറിയുക. Acts 3 verse 19 അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ says, repent and turn to God so your sins may be wiped out and times of refreshing may come from the Lord. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ, എന്നാൽ കർത്താവിൻ്റെ സമുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരും എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 3:19 നാം വായിക്കുന്നു. So what is repentance? Repentance is not just feeling bad or feeling sorry for what we have done.
അനുതാപം എന്ന് പറയുന്നത് നമുക്ക് ചില കുറ്റബോധമുണ്ടാകുന്നതോ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നൊരു ബോധമുണ്ടാകുന്നതോ മാത്രമല്ല. It's a radical reversal of our hearts. നമ്മുടെ ഹൃദയത്തിൻ്റെ സമൂലമായ സമഗ്രമായ വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഇത് വിവക്ഷിക്കുന്നത്. So as we repent, let's try and identify the background apps that are draining our spiritual battery. നാം ഈ അനുതാപത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ ആത്മീയമായ ഉറക്കത്തിലേക്ക് തള്ളിവിടുന്ന ചില അവസ്ഥാവിശേഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നാം മാറ്റേണ്ടത് ആവശ്യമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. What is draining your spiritual battery today? ആത്മീയമായ ഊർജം നഷ്ടപ്പെടുത്തി കളയുന്ന എന്തെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്? It can be pride, ചിലപ്പോൾ അഹങ്കാരമാവാം, it can be any other sins, മറ്റെന്തെങ്കിലും തരത്തിലുള്ള പാപങ്ങളാവാം, or sometimes maybe just being too busy. ചിലപ്പോൾ വളരെയധികം തിരക്ക് നടിച്ചുകൊണ്ടോ തിരക്കുള്ളവരായോ നടക്കുന്നതാവാം. We can be busy doing good things, ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും തിരക്കുള്ളവരായി നമുക്ക് നടക്കാം. but we lose the connection with God. പലപ്പോഴും ദൈവത്തോടുള്ള ആശയവിനിമയ ബന്ധം നമുക്ക് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. Currently in the country where we work, ഞങ്ങൾ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ജോലി ചെയ്യുന്ന രാജ്യത്ത് we do a lot of community development work. സാമൂഹിക പരിവർത്തനത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. We building schools, providing clean water access, digging wells, digging toilets, all good things. വിദ്യാലയങ്ങളും കലാലയങ്ങളും ശൗചാലയങ്ങളും കിണറുകളും ഒക്കെ നിർമ്മിക്കുന്ന ശുശ്രൂഷകളിൽ ഞങ്ങൾ ഏർപ്പെടുന്നുണ്ട്. All of it is benefiting the community and the country we live in. ഞങ്ങൾ ജീവിക്കുന്ന രാജ്യത്തിനും സമൂഹത്തിനും അതൊക്കെ പ്രയോജനപ്പെടുന്നുണ്ട് താനും. But if we are not careful, പക്ഷേ നാം ശ്രദ്ധയോടെ ചെയ്തില്ല എങ്കിൽ at the end of the day, we can be physically, mentally, and spiritually tired. നാം അത് നിരന്തരമായി നാം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാനസികമായും ആത്മീകമായും ശാരീരികമായും നാം ക്ഷീണിച്ചു പോകുവാൻ തളർന്നു പോകുവാൻ സാധ്യതയുണ്ട്. We're too tired to spend time in the Word or to pray. പലപ്പോഴും ദൈവവചനം വായിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ പോലും കഴിയാതെ നാം ക്ഷീണിതരായി പോകാൻ സാധ്യതയുണ്ട്. So we often need to reboot, repent, and reconnect. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മീയ ഉണർവിലേക്ക് വരണമെങ്കിൽ നമുക്കൊരു പുതിയ തുടക്കം അനിവാര്യമാണ്. കർത്താവുമായുള്ള ആശയബന്ധം പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ അനാവശ്യമായ ചിന്തകളെയും വികാരങ്ങളെയും എടുത്തു കളയേണ്ടതും ആവശ്യമാണ്. It's not just a one-time thing. ഇത് ഒരു പ്രാവശ്യം മാത്രം ചെയ്യുന്ന ഒന്നല്ല. We have to constantly keep rebooting ourselves, repenting and reconnecting with God. അനസ്യൂതം തുടരേണ്ടതും ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ഓരോ നിമിഷവും പുനഃപ്രവേശിക്കേണ്ടതും നമ്മുടെ ജീവിതം പുതുക്കപ്പെടേണ്ടതുമായ ഒരു ജീവിത ക്രമമാണ് ഇത്. Psalm 51 verse 12. 51-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ, Restore unto me the joy of your salvation. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ എന്ന് നാം വായിക്കുന്നുണ്ട്. That brings me to the third point. അത് എൻ്റെ മൂന്നാമത്തെ ആശയത്തിലേക്ക് പ്രവേശിപ്പാൻ സഹായിക്കുന്നു. Problem, process and outcome. നമ്മളിപ്പോൾ പ്രശ്നം കണ്ടെത്തി കഴിഞ്ഞു. ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള പ്രക്രിയ, നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി. ഇനി ചെയ്യുന്നതിൻ്റെ ഫലം എന്ത് എന്ന് നാം അന്വേഷിക്കുകയാണ്. Reconnecting with God. ദൈവത്തോട് ഉള്ള ബന്ധത്തിൽ ഒരു പുനഃപ്രവേശനം അവിടെ സാധ്യമാവുന്നു. Once we have removed the clutter, all the distractions, we have to put our focus toward God. ഈ ലോകം നമ്മുടെ ഉള്ളങ്ങളിലേക്ക് ഉണ്ടാക്കിക്കൊണ്ട് എല്ലാ അലങ്കോലങ്ങളെയും മാറ്റിക്കൊണ്ട് ജീവിതം പുതുതാക്കി കർത്താവുമായുള്ള ഒരു പുതിയ ബന്ധത്തിലേക്ക് നാം പുനഃപ്രവേശിക്കുകയാണ്. Reconnecting through the word of God is like restoring a lost signal. ദൈവവുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടത് പുനഃസ്ഥാപിക്കുവാൻ ദൈവവചനം നമ്മളെ സഹായിക്കും. When we reboot our phone or computer, if we don't connect back to the internet, if we are not online, the whole reboot is useless. നമ്മുടെ കമ്പ്യൂട്ടറോ നമ്മുടെ മൊബൈൽ ഫോണോ നമ്മൾ വീണ്ടും ആരംഭിക്കുമ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റുമായുള്ള ബന്ധം വീണ്ടും സ്ഥാപിച്ചില്ലെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. We have to reconnect through the word. ദൈവവചനവുമായുള്ള ബന്ധത്തിൽ ദൈവവുമായുള്ള ഒരു പുതിയ ബന്ധത്തിലേക്ക് നാം പ്രവേശിക്കണം. Psalm 119 verse 105. 119-ാം സങ്കീർത്തനം 105-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു,
Your word is a lamp unto my feet നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് and പ്രകാശവുമാകുന്നു. a light for my path. എൻ്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു. John 15 verse 5. യോഹന്നാൻ 15:5 നാം ഇപ്രകാരം വായിക്കുന്നു. I am the vine, you are the branches. If you remain in me and I in you, you will bear much fruit. Apart from me, you can do nothing. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. This is a foundational Christian verse. ഇത് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്നും സ്ഥായിയായി സൂക്ഷിക്കേണ്ട വാക്യമാണ്. It focuses on the necessity of a continuous, dependent relationship with Jesus for spiritual life and effectiveness. ആത്മീകമായ ജീവിതം, ക്രിയാത്മകവും സർഗാത്മകവുമായ ഒരു ജീവിതത്തിന് നിരന്തരമായി ദൈവത്തോട് നാം ബന്ധത്തിലായിരിക്കണമെന്നുള്ള അടിസ്ഥാനത്തിലേക്കാണ് ഈ വാക്യം വിരൽ ചൂണ്ടുന്നത്. Apart from the vine, the system has no power. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയുകയില്ലല്ലോ. One practical step I will ask of you today. നിങ്ങളോട് ഒരു പ്രായോഗികമായ ഒരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. Will you all commit with me to a 5-minute, just 5 minutes, daily sync with God with scripture and prayer? ദൈവവചനം വായിച്ചും പ്രാർത്ഥിച്ചും ഒരു ദിവസം 5 മിനിറ്റെങ്കിലും യാതൊരു മുടക്കവും കൂടാതെ തടസ്സവും കൂടാതെ ദൈവത്തോട് ഒരു ആശയവിനിമയം എന്ന് സ്ഥാപിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? 2 Chronicles 7:14. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ, If my people who are called by my name will humble themselves and pray and seek my face and turn from their wicked ways, then I will hear from heaven. I will forgive their sin and heal their land. 2 ദിനവൃത്താന്തം 7:14 നാം ഇപ്രകാരം വായിക്കുന്നു. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. This is the classic revival promise of humbling, praying and turning back to God. ഇത് വളരെ മനോഹരമായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നാണ്. നമ്മളെ തന്നെ വിനയപ്പെടുത്തുക, പുതുക്കുക, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുക. Reconnecting also involves the ministry of reconciliation. ദൈവത്തോടുള്ള ആശയവിനിമയം പുനഃസ്ഥാപിക്കുക എന്നുള്ള പ്രക്രിയയിൽ, യാത്രയിൽ അനുരഞ്ജനവും പ്രധാനമാണ്. We have a vertical reconnection. നമുക്ക് സമാന്തരമായിട്ടുള്ളതും where the primary goal is reconnecting with God. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. Then we have a horizontal reconnection. അതോടൊപ്പം തന്നെ നമുക്കൊരു ലംബമായിട്ടുള്ളതും ഉള്ള ഒരു ബന്ധവുമുണ്ട്. Where we cannot, a new creation cannot live in isolation. We have to reconnect with our fellow man. അതുകൊണ്ട് ഈ പുതു ജീവിതം എന്ന് പറയുന്നത് നമുക്ക് കേവലം ദൈവത്തോടുള്ള ബന്ധം മാത്രമല്ല, ഉയരത്തിലേക്ക് നോക്കി ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സഹ വിശ്വാസികളുമായും സമൂഹവുമായുള്ള ബന്ധത്തിലേക്കും നാം പ്രവേശിക്കേണ്ടതുണ്ട്. We are reconciled to God and to each other. നാം ദൈവത്തോടും പരസ്പരവും നിരപ്പിന്റെയും സമാധാനത്തിന്റെയും അനുഭവത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. We become ambassadors for Christ. അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ നാം ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി രൂപാന്തരപ്പെടും. Your transformation is the fuel for your mission. അതുകൊണ്ട് നമ്മുടെ ദൗത്യത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പമുള്ള ഇത്തരത്തിലുള്ള ഒരു രൂപാന്തരമാണ്. You are reconnected to God's purpose to help others find their way back to Him. ദൈവത്തോടുള്ള ആശയവിനിമയം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് മറ്റുള്ളവരെയും ദൈവരാജ്യത്തിലേക്കും രൂപാന്തരത്തിലേക്കും നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് കരുത്തു നൽകുന്നതാണ്. The reboot is not just for ourselves. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പുനരാരംഭം എന്ന് പറയുന്നത് അത് കേവലം നമുക്ക് വേണ്ടി മാത്രമുള്ളതൊന്നല്ല. But we are to be unleashed for a purpose. നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടിയാണ്, ലക്ഷ്യത്തോടു കൂടിയാണ്. A reconnected believer acts as a light in the world. ദൈവത്തോടുള്ള ആശയബന്ധം പുനഃസ്ഥാപിച്ച ഒരു വിശ്വാസി ഈ ലോകത്തിന്റെ വെളിച്ചമായി പ്രശോഭിക്കും എന്നുള്ളതിൽ സംശയമില്ല. Matthew 5:14-16. മത്തായി സുവിശേഷം 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഇതിന് തെളിവാണ്.
You are the light of the world. A town built on a hill cannot be hidden. Neither do people light a lamp and put it under a bowl. Instead, they put it on its stand. It gives light to everyone in the house. In the same way, let your light shine before others, that they may see your good deeds and glorify your Father in heaven. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേൽ അത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. നമ്മുടെ വെളിച്ചം കണ്ട് മറ്റുള്ളവർ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കപ്പെടുക എന്നുള്ളതാണ്. The motto of the Marthoma Church is lighted to lighten. മാർത്തോമാ സഭയുടെ ആപ്തവാക്യം ലക്ഷ്യം എന്ന് പറയുന്നത് പ്രകാശിപ്പിക്കുവാനായി പ്രകാശിക്കപ്പെട്ടവർ എന്നുള്ളതാണ്. It symbolizes the church's mission and calling. ഇത് പ്രതീകാത്മകമായി വിവക്ഷിക്കുന്നത് ഈ സഭയുടെ ദൗത്യവും സാക്ഷ്യവുമാണ്. Members are filled with the light of Jesus Christ. ദൈവത്തിന്റെ വെളിച്ചത്താൽ നിറയപ്പെട്ടവർ, and you're commissioned to share that light, the gospel, with others. ഈ നമ്മിൽ പ്രകാശിക്കുന്ന, നമ്മിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഈ വെളിച്ചം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതാണ് സുവിശേഷം. You are to actively spread the good news and combat darkness around the world. നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ അന്ധകാരത്തിന്റെ ഇടങ്ങളെ മാറ്റുന്ന വെളിച്ചത്തിന്റെ തീവെട്ടികളായി ഞാനും നിങ്ങളും രൂപാന്തരപ്പെടണം. It highlights a commitment to service, evangelism and witnessing the redemption of Christ. ദൈവത്തിലൂടെയുള്ള പാപമോചനത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനത്തിന്റെ, സാക്ഷ്യത്തിന്റെയും നിരപ്പിന്റെയും ആളുകളായി ഞാനും നിങ്ങളും പരിണമിക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. I will share one more last personal story. ഒരു ജീവിതാനുഭവം കൂടെ ഞാൻ പറയട്ടെ. The country where my family and I are serving now. ഞാനും എൻ്റെ കുടുംബവും ജീവിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന രാജ്യം, we cannot openly share the gospel. സുവിശേഷം പൊതുവായി പരസ്യമായി പറയുവാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ല. It is one of 5 remaining communist countries in the world. ലോകത്തിലെ വളരെയധികം ശക്തമായ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ 5 രാജ്യങ്ങളിൽ ഒന്നാണ്. ആ ഒരു രാജ്യങ്ങളിലാണ് ഞങ്ങൾ പാർക്കുന്നത്. So we teach English and we do community development projects. ഞങ്ങൾ അവിടെ ആംഗലേയ ഭാഷ പഠിപ്പിക്കുകയും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. One of the first projects that we did, ഞങ്ങൾ ചെയ്ത ആദ്യത്തെ പദ്ധതി എന്ന് പറയുന്നത്, we had gone into this village where one of the schools was in very bad condition. ഒരു ഗ്രാമത്തിലേക്ക് ചെന്ന് അവിടുത്തെയുള്ള വിദ്യാലയം വളരെയധികം മോശം അവസ്ഥയിൽ, ജീർണിച്ച അവസ്ഥയിലായിരുന്ന ഗ്രാമത്തിലേക്കാണ് ഞങ്ങൾ പോയത്. So their biggest need was for a new school building. അവിടുത്തെ ഗ്രാമവാസികളുടെ ഏറ്റവും പ്രാഥമികമായ ആവശ്യം ഒരു പുതിയ വിദ്യാലയം കെട്ടിടമുണ്ടാവുക എന്നുള്ളതായിരുന്നു. We worked with the local pastor there. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക പട്ടക്കാരനോട് ചേർന്ന് ഞങ്ങൾ പ്രവർത്തിച്ചു. And initially we found from the village chief, there was a lot of opposition. ഞങ്ങൾ ആ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ആ ഗ്രാമത്തിലെ തലവൻ ഉൾപ്പെടെയുള്ള പല ആളുകളും അതിന് എതിര് നിൽക്കുവാൻ തുടങ്ങി. They did not want any foreign help. അവിടെ പുറമെ നിന്നുള്ള ഒരു സഹായം അവരാരും ആഗ്രഹിച്ചില്ല. They said because they have had very bad experiences in the past. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് പല തിക്താനുഭവങ്ങളും ഉണ്ടായതുകൊണ്ട് പുറമേ നിന്നുള്ള സഹായം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞു. So they're very hesitant to take our help. ഞങ്ങളുടെ സഹായം സ്വീകരിക്കുവാൻ അവർ തീർത്തും മടി കാണിച്ചു. But we said we are going to do it differently. ഞങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങൾ തീർത്തും വ്യത്യസ്തമായി ചെയ്യുവാനുള്ള ശ്രമമാണ്, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുക. We had the pastor form a committee with the village headman and the director of education. ഞങ്ങൾ അവിടെ ഒരു പുതിയ കമ്മിറ്റി രൂപീകരിച്ചു. അവിടെയുള്ള ഗ്രാമത്തലവനും പട്ടക്കാരനും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. And we said you are going to lead the project. ഈ പദ്ധതി മുൻപിൽ നിന്നുകൊണ്ട് നടപ്പിലാക്കാൻ പോകുന്നത് ഞങ്ങളല്ല, നിങ്ങളാണ്. And we gave them guidance. ഞങ്ങൾ അവർക്ക് ചില മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി. At the end of it, the project was completed on time, under budget. ആ പദ്ധതി സമയത്ത് തന്നെ അത് എങ്ങനെ ലക്ഷ്യമാക്കിയോ അങ്ങനെ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിച്ചു. They had never seen anything like this. അവർ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു പ്രവൃത്തി കണ്ടിരുന്നില്ല. They wanted to thank us and recognize us, the organization and the pastor. ഞങ്ങളുടെ സംഘടനയെയും അതിൽ ഉൾപ്പെട്ടിരുന്ന പട്ടക്കാരനെയും അംഗീകരിക്കുവാനും ആദരിക്കുവാനും അവർ ശ്രമിച്ചു. So they organized a big lunch where they called villagers from 10 surrounding villages. 10 ഗ്രാമത്തിൽ നിന്നുള്ള ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു ഉച്ചഭക്ഷണത്തിന്റെ സദ്യ അവർ ഒരുക്കുകയാണ്. They called many senior government officials. വളരെയധികം ഉയർന്ന പദവിയിലുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും അവർ ആ ഒരു സദ്യയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു.
And even the governor of the province attended that function. ആ പ്രൊവിൻസിലെ ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ സംബന്ധിച്ചിരുന്നു. And he spoke at that function and he recognized this pastor by name. ഞങ്ങൾ ആ സമ്മേളനത്തിൽ, ആ മീറ്റിംഗിൽ അവിടെയുള്ള പട്ടക്കാരനെ പേർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അഭിനന്ദിച്ചു. And then he said something that you will never hear a government official in a communist country say. He said something that you'll never hear a government official saying in a communist country. ഒരിക്കൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പറയാത്ത ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അവരിൽ നിന്ന് കേൾക്കുവാനിടയായി. He said, he recognized the pastor by name, and then he said, what this pastor has done with this organization is amazing. അവർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഈ പട്ടക്കാരനെ പേർ ചൊല്ലി ആദരിച്ചുവല്ലോ, അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ അതിശയകരമാണ്, അനിർവചനീയമായ കാര്യമാണ്. If this is what the pastors, if this is what the Christians are doing, ഇതാണ് ക്രിസ്തീയ വിശ്വാസികൾ ചെയ്യുന്നതെങ്കിൽ, then we need more Christians like this in our community. ഈ സമൂഹത്തിൽ ഇതാണ് ക്രിസ്ത്യാനികൾ ചെയ്യുവാൻ ഇടയാകുന്നതെങ്കിൽ ഞങ്ങളുടെ സമൂഹത്തിൽ കൂടുതൽ ക്രിസ്ത്യാനികൾ ഇന്ന് അനിവാര്യമാണെന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. Pin drop silence. അവിടെ ഒരു സൂചി വീണാൽ പോലും ശബ്ദം മനസ്സിലാകത്തക്കവണ്ണം നിശബ്ദത പരകുകയാണ്. Everybody was shocked to hear him say that. ഈ വലിയ വാക്കുകൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കേട്ടുകൊണ്ട് എല്ലാവരും സ്തബ്ധരായി നിൽക്കുകയാണ്. A few weeks after this, our pastor contacted us. ചില ആഴ്ചകൾക്ക് ശേഷം ഞങ്ങളുടെ പട്ടക്കാരൻ ഞങ്ങളുമായി ആശയവിനിമയം നടത്തി. He was very happy and excited. He said that was such an amazing function. അദ്ദേഹം വളരെയധികം സന്തോഷഭരിതനും ആവേശഭരിതനുമായിരുന്നു. എത്ര മനോഹരമായ ഒരു കൂടിവരവായിരുന്നു അത്. And we said, yes, we know it was a really good function. You did a good job. ഞങ്ങൾ പറഞ്ഞു, നിശ്ചയമായും അങ്ങനെ തന്നെയാണ്, അതൊരു നല്ല കൂടിവരവായിരുന്നു, നിങ്ങൾ ഒരു നല്ല ജോലിയാണ്, ഉത്തരവാദിത്വം നന്നായി ചെയ്തു. And he said, no, you don't understand. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായില്ല. Because of what we did, നമ്മൾ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് now I, as a pastor who was previously oppressed, who previously faced persecution, ഞാൻ ഇവിടെ ഒരു പട്ടക്കാരൻ എന്നുള്ള നിലയിൽ കഴിഞ്ഞ നാളുകളിൽ പലതരത്തിലുള്ള അടിച്ചമർത്തലുകളും പീഡനങ്ങളും എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. only the 5 Christian families in my village knew me. അവിടെ 5 കുടുംബങ്ങൾ അത്തരത്തിലുള്ള പീഡനത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. Now I can walk into any one of these 10 villages and personally share my faith. ഇപ്പോൾ എനിക്ക് ഈ ഗ്രാമത്തിലെ ഓരോ കുടുംബങ്ങളിലേക്കും വ്യക്തികളിലേക്കും ചെന്നെത്തി ഈ സുവിശേഷം പറയുവാനുള്ള സ്വാതന്ത്ര്യം, അവകാശം എനിക്ക് ലഭിച്ചു. Nobody will question me. ആരും ഇപ്പോൾ എന്നെ സുവിശേഷം അറിയിക്കുന്നതിന്റെ പേരിൽ ചോദ്യം ചെയ്യുകയില്ല. Because the governor has recognized me personally. കാരണം ഗവൺമെന്റ്, അവിടെ ഉണ്ടായിരുന്ന ഗവർണർ എന്നെ വ്യക്തിപരമായി എന്നെ ആദരിച്ചു, ബഹുമാനിച്ചു. He said the status of Christians has been elevated. അദ്ദേഹം പറയുന്നു, ക്രിസ്തീയ വിശ്വാസികളുടെ ആ ഒരു വ്യക്തിത്വം, അന്തസത്ത തന്നെ അവിടെ ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ്. So that is one way that we are sharing the light in a restricted access nation. വളരെയധികം നിയന്ത്രണത്തിന് വിധേയമായ ഒരു രാജ്യത്ത് സുവിശേഷ വെളിച്ചം അറിയിക്കുന്ന ഒരു രീതിശാസ്ത്രമാണിത്. So let us move today from a passive slumber to an active faith. നിർജീവമായ ആത്മീയമായ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് സജീവമായ ആത്മീയ ഉണർവിന്റെ പാതയിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് യാത്ര ചെയ്യാം. Romans 13 verse 11. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 11-ാം വാക്യം. And do this understanding the present time. The hour has already come for you to wake from your slumber. ഇത് ചെയ്യേണ്ടതിന് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. So let me close with these words. ഞാൻ ഈ ഒരു വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണം അവസാനിപ്പിക്കട്ടെ. I want to give you a challenge today. ഇന്ന് നിങ്ങൾക്ക് ഒരു വെല്ലുവിളി ഉയർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Do not leave Maraman the same way that you came. നമ്മൾ വന്ന അതേ രീതിയിൽ, അതേ ജീവിതക്രമത്തിൽ ഈ മാരാമണ്ണിൽ നിന്ന് നാം മടങ്ങിപ്പോകരുത്. I invite you to step into your new identity as ambassadors of the King. ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളെന്ന ഒരു പുതിയ സ്വത്വബോധത്തിലേക്ക്, സത്തയിലേക്ക്, പുനർസമർപ്പണത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
My challenge today to each one of you sitting here എൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത്, എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും is to be on mission around the world. ഈ ലോകത്തിൽ നമ്മൾ പാർക്കുന്ന ഇടങ്ങളിലും ഇതിൻ്റെ ചുറ്റുപാടുകളിലും കർത്താവിൻ്റെ ദൗത്യത്തിൻ്റെ സാക്ഷികളായി നാം മാറണം. Wherever He has placed you, wherever He has called you. നിങ്ങളെ എവിടേക്കാണോ വിളിച്ചിരിക്കുന്നത്, എവിടെയാണോ ആക്കിയിരിക്കുന്നത്, It may be somewhere in India, it could be in another country. ചിലപ്പോൾ ഈ ഭാരതത്തിലാവാം, മറ്റേതെങ്കിലും ഒരു ദേശത്തായിരിക്കാം. There's a huge need in India. ഇന്ത്യയിൽ തന്നെ വലിയ ആവശ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. My family and I were called to Southeast Asia. ഞാനും എൻ്റെ കുടുംബവും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കുള്ള നിയോഗം ലഭിച്ചവരാണ്. The Marthoma diaspora is truly global. മാർത്തോമ പ്രവാസ സമൂഹം എന്ന് പറയുന്നത് വളരെ ആഗോള സ്വഭാവമുള്ള ഒരു വിശ്വാസ സമൂഹമാണ്. Where is God calling you to serve today? ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം എവിടേക്കാണ് നിങ്ങളെ വിളിക്കുന്നത് എന്ന് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് തിരിച്ചറിയുക. Remember, God is doing a new thing. ഓർക്കുക, ദൈവം ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ക്രമം ആരംഭിച്ചിരിക്കുന്നു. Isaiah 43 verse 18 to 19. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. Forget the former things. Do not dwell on the past. See, I am doing a new thing. Now it springs up. Do you not perceive it? I am making a way in the wilderness and streams in the wasteland. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇത് ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാകും. In your lives, your families, your workplaces, your communities, നിങ്ങളുടെ ജീവിതങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ ജോലിസ്ഥലങ്ങളിൽ, നിങ്ങൾ പാർക്കുന്ന സമൂഹത്തിൽ be aware and recognize how and where God is working. ദൈവം എങ്ങനെയാണ്, എപ്രകാരമാണ്, എവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വിവേചിച്ചറിയുവാൻ നമ്മൾ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. Will you allow God to use you in His great redemptive plan? വലിയ ദൈവത്തിൻ്റെ വലിയ വിമോചന പ്രക്രിയയിൽ പങ്കുകാരാകുവാൻ നിങ്ങൾ ദൈവത്തിൻ്റെ പക്കൽ സമർപ്പിപ്പാൻ തക്കവണ്ണം നിങ്ങൾ തയ്യാറാണോ? Today, right now, ഇന്ന് ഇപ്പോൾ തന്നെ will you reboot, repent and reconnect? നിങ്ങൾ ദൈവത്തോടൊപ്പം ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ, അനുദപിച്ച പാപങ്ങളെ ഏറ്റുപറയുവാൻ, ദൈവത്തോടുള്ള ആശയവിനിമയ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ നാം തയ്യാറാണോ? I'm going to pray now. I request all of you at your seats where you are. Let us pray together. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അതേ സ്ഥാനങ്ങളിൽ തന്നെ നിങ്ങൾ ഇരിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. Father God, we thank you for your word. ഞങ്ങളുടെ കർത്താവേ, നിന്റെ വചനത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം. We thank you, Lord, for the opportunity to reboot. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകിയതിനാൽ സ്തോത്രം. Father, show us where we need to reboot, what area of our lives we need to reboot. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് ഒരു പുതിയ തുടക്കം കുറിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ. And Holy Spirit, we ask that you will flow through each and every person present here today and watching online as well. ഞങ്ങളുടെ കർത്താവേ, ഓൺലൈനിലൂടെയും ഇവിടെയുമായിരിക്കുന്ന ഓരോ മനുഷ്യ ഹൃദയങ്ങളോടും അവിടുന്ന് സംവദിക്കണമേ. Flow in us, Holy Spirit. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങളിലേക്കും അവിടുന്ന് പകരുമാറാകണമേ. Work mightily, Holy Spirit. ഞങ്ങളുടെ കർത്താവേ, മഹത്വകരമായി, അതിശയകരമായി നീ ഓരോരുത്തരിലും പ്രവർത്തിക്കണമേ. And help us to repent and reconnect with you. കർത്താവെ, അനുദപിച്ച പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നീയുമായുള്ള ആശയവിനിമയ ബന്ധത്തിലേക്ക് പുനഃപ്രവേശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Help us to complete the divine reset in and with you, Lord Jesus. കർത്താവെ, നിന്നിലും നിന്നിലൂടെയും ഞങ്ങളുടെ ജീവിതത്തെ ആകമാനമായി രൂപാന്തരപ്പെടുത്തുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. We ask all this in the precious name of our Lord and Savior Jesus Christ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. Amen. ആമേൻ.